കാലങ്ങളായുള്ള പ്രോക്സി വാറിനും നിഴൽ യുദ്ധങ്ങൾക്കും അവസാനം ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ മണ്ണിലേക്ക് നടത്തിയ ആക്രമണത്തെപ്പറ്റി നാം എല്ലാവരും ഇതിനകം അറിഞ്ഞിരിക്കും. എന്നാൽ ഇതേപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇറാൻ നടത്തിയ ആക്രമണം പ്രതീക്ഷിച്ച അത്ര സഫലമായിരുന്നില്ല എന്നതാണ്. നാം ഈ കാണുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നിർമ്മിച്ച ചിത്രം ആക്രമണശേഷം ഇറാൻ തങ്ങളുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവച്ചതാണ്. ഇതിലൂടെ ഇവർ പറയുവാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ അവസ്ഥ ഇത്തരത്തിലാക്കുവാനാണ് ഇറാൻ പദ്ധതിയിട്ടത് എന്ന്. എന്നാൽ റിയാലിറ്റിയിൽ അത് സംഭവിച്ചില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിൽ എന്തെന്നാൽ ഇറാൻ സർവ്വസന്നാഹങ്ങളോടും കൂടി ചെയ്ത ഈ ആക്രമണത്തിൽ ഏതെങ്കിലും ഒരു ഇസ്രായേൽ നാഗരികന് പോലും പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. ഇതേസമയം ഇസ്രായേൽ ഗവൺമെന്റ് ആക്രമണശേഷം രാവിലെ ഉണർന്ന് സമാധാനത്തോടെ ഇരുന്ന് കോഫി കുടിക്കുന്ന ഇസ്രായേൽ നാഗരികന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ്, രാത്രിയിൽ ഞങ്ങൾ മിസൈൽ ഷൂട്ട് ഡൗൺ ചെയ്ത് വീഴ്ത്തുകയും രാവിലെ സമാധാനത്തോടെ ഇരുന്ന് കോഫി കുടിക്കുകയും ചെയ്യുമെന്ന്. ഇതിനകം ട്വിറ്ററിൽ വൈറലായ ക്യാപിറ്റൽ ജെറുസലേമിൽ നിന്നുമുള്ള ഈ ചിത്രത്തിലൂടെ ഇവർ ലോകത്തോട് പറയുകയാണ്, ഇവിടെ ആർക്കും ഭയമില്ല, ഞങ്ങൾ പരിപൂർണ്ണ സുരക്ഷിതരാണ് എന്ന്. ഇസ്രായേലിന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ കാരണം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ സക്സസ് റേറ്റ് ആണ്. ഇറാൻ തൊടുത്തുവിട്ട 99% പ്രൊജക്ടൈൽസിനെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു. ഇതിൽ 300ഓളം ഡ്രോൺസ്, ബാലിസ്റ്റിക് മിസൈൽസ് എല്ലാം അടങ്ങുന്നു. ഇതിൽ ബാക്കി വന്ന 1% മിസൈലുകൾ ചില ജനവാസമില്ലാത്ത ഇടങ്ങളിൽ പതിക്കുകയും ഒരു എയർബേസിന് അല്പം നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇസ്രായേലിന്റെ മണ്ണിൽ ഒരു കാഷ്വാലിറ്റി പോലും ഉണ്ടായിട്ടില്ല എന്നത് ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എത്ര കരുത്തുറ്റതാണെന്ന് ലോകത്തിന് കാട്ടിത്തരുന്നു. ഇസ്രായേലിന്റെ ഈ കോൺഫിഡൻസ് ഇവരുടെ സ്റ്റോക്ക് മാർക്കറ്റിലും ദൃശ്യമാണ്. ഇതുമൂലം ക്രൂഡ് ഓയിലിന്റെ വില കൂടുമോ എന്ന ആശങ്കയുള്ളതിനാൽ വേൾഡ് മാർക്കറ്റിൽ ഒരു ഇടിവുണ്ടായപ്പോഴും ഇസ്രായേൽ മാർക്കറ്റ് ഒരു തരി പോലും താഴേക്ക് പോയിട്ടില്ല. ഇതിനെല്ലാത്തിനും ഇവർ കടപ്പെട്ടിരിക്കുന്നത് ഇവരുടെ വേൾഡ് നമ്പർ 1 എയർ ഡിഫൻസ് സിസ്റ്റത്തിനോടാണ്. അതെ, ശത്രു രാജ്യത്തിന്റെ ഏതുതരം ആക്രമണങ്ങളെയും വായുവിൽ വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കുവാൻ ശേഷിയുള്ള ഇവരുടെ സുപ്പീരിയർ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ പ്രധാനമായും 5 കമ്പോണൻസുകളാണുള്ളത്. നമ്പർ 1 ആരോ 3 ഇസ്രായേലിന്റെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണിത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നിർമ്മിച്ച ഈ സിസ്റ്റത്തിന്റെ നിർമ്മാണത്തിൽ അമേരിക്കൻ കമ്പനി ബോയിങ്ങും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. മുൻപടയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന് കൗണ്ടർ ഡിഫൻസ് നൽകുന്ന ആരോ 3ക്ക് ശൂന്യാകാശത്ത് നിന്ന് പോലും തൊടുക്കുന്ന മിസൈൽസിനെ തടുക്കുവാനുള്ള ശേഷിയുണ്ട്. രണ്ടാമത് ഡേവിഡ് സ്ലിംഗ്. ഇതും അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് മീഡിയം റേഞ്ച് മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുവാനായി നിർമ്മിച്ചതാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ ഭൂരിഭാഗവും തടയുന്നത് ഈ ഡേവിഡ് സ്ലിംഗ് ആണ്. അടുത്തത് പാട്രിയോട്ട് ആണ്. ആദ്യകാലങ്ങളിൽ ഇസ്രായേലിന്റെ അതിർത്തി കാത്ത ഈ അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ അല്പം ഔട്ട്ഡേറ്റഡ് ആയെങ്കിലും ഇത് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഇസ്രായേലിന് നൽകുന്നു. അയൺ ഡോമിനെ പറ്റി പറയുമ്പോൾ ഇത് പ്രധാനമായും ഹമാസിനെ ഉദ്ദേശിച്ച് നിർമ്മിച്ചതാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ആക്രമണങ്ങളെ, റോക്കറ്റുകളെ ഇത് കാര്യക്ഷമമായി തന്നെ തടയുന്നു. ഇതെല്ലാത്തിനുമുപരിയായി ഇസ്രായേൽ പുതുതായി ലോകത്തിന് കാട്ടിത്തന്ന അയൺ ബീമും ലേസർ ടെക്നോളജി വഴി ശത്രുരാജ്യത്തിന്റെ പ്രൊജക്ടൈൽസിനെ ചാരമാക്കുന്നു. ഈ 5 എക്യുപ്മെന്റ്സും ഒരുമിച്ച് കൂടിയാണ് ഇസ്രായേലിന്റെ അതിർത്തിയെ, അന്തരീക്ഷത്തെ സുരക്ഷിതമാക്കുന്നത്. അതേസമയം മറുഭാഗത്ത് ഇസ്രായേലിലേക്ക് ഒരു ഡയറക്റ്റ് അറ്റാക്ക് എക്സിക്യൂട്ട് ചെയ്യുവാൻ സാധിച്ചതിൽ ഇറാൻ വളരെ ആഹ്ലാദിക്കുകയാണ്. ഇത് ആക്രമണത്തിന് ശേഷം ഇറാൻ പാർലമെന്റിൽ നിന്നുമുള്ള ഒരു ദൃശ്യമാണ്. ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഇറാൻ ഒരു പോസിബിൾ ഇസ്രായേൽ റിറ്റാലിയേഷനെയും ഭയക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു മാസീവ് ഡിസ്ട്രക്ഷൻ തന്നെയാകും ഇറാന്റെ മണ്ണിൽ വരുത്തുക. മാത്രമല്ല പിന്നീട് അതൊരു ഫുൾ സ്കെയിൽ വാറിനും വഴിവച്ചേക്കാം. ഇത് വ്യക്തമായി അറിയാവുന്ന അമേരിക്കയും ഇവിടെ ഇസ്രായേലിനോട് പറയുകയാണ്, ഇറാന്റെ 99% ആക്രമണങ്ങളെ നിങ്ങൾക്ക് തടയുവാനായി ഇവരുടെ മെയിൻ കമാൻഡേഴ്സിനെ സിറിയയിൽ ബോംബിട്ട് കൊന്നു. ഇറാന്റെ വളരെയധികം ആളുകളെയും വധിച്ചു. പകരം നിങ്ങളുടെ ഒരാളെ പോലും ഇറാന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല. ഇത് നിങ്ങളുടെ ഒരു വലിയ വിജയമാണ്. ഇതിനെ നിങ്ങൾ ആഘോഷിക്കൂ. എന്നിട്ട് പ്രശ്നങ്ങളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കൂ എന്ന്. ഇവിടെ നമുക്ക് ഈ ആർട്ടിക്കിൾസിൽ കാണാം, അഥവാ ഇസ്രായേൽ ഇനിയും ഒരു ആക്രമണത്തിന് പദ്ധതി ഇടുകയാണെങ്കിൽ അമേരിക്ക അതിന് കൂട്ടു നിൽക്കുകയില്ല എന്ന്. നെതന്യാഹു കാരണം ഇനിയൊരു യുദ്ധത്തിൽ കൂടി തങ്ങൾക്ക് തലയിടുവാൻ താല്പര്യമില്ല എന്ന്. ഒരുപക്ഷെ ബൈഡന്റെ വാക്കിന് നെതന്യാഹു അത്ര വില കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഇറാനെ പണിഷ് ചെയ്ത് ഇസ്രായേലിനെ എതിർക്കുന്നവർക്ക് മുന്നിൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനാൽ തന്നെ ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഉയരുകയും ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരു ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനുമുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.